നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതൊക്കെ എങ്ങനെ പറയണ്ട. സൈലൻസ് പ്ലീസ്. തീരെ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് നമ്മൾ പഠനത്തോടൊപ്പം ഒരു ദിവസത്തെ വരുമാനം കൂടി കൊടുക്കുന്നു. അന്നന്ന്. ശാലിനി വിഷ്ണു വെറും വാക്ക് പറയാറില്ല. പറയുന്നത് നടക്കും. അതും നല്ലത്. ഇത് തികച്ചും അൺഒഫീഷ്യൽ ആയൊരു മീറ്റിംഗ് ആണ്. എന്നാ ഒഫീഷ്യൽ ആണെന്നും പറയാം. സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥർ മുഖേനയാണ്. സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്നത് അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്ന് ചുരുക്കം. എത്ര കാര്യക്ഷമമായി നടപ്പാക്കാൻ ശ്രമിച്ചാലും ഉദ്യോഗസ്ഥർ പലതിന്റെ പേരിലും ജനങ്ങളുടെ പഴി കേൾക്കാം. ചില സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. അതിനു പകരം ജനങ്ങളുടെ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ നടപ്പാക്കിയാലോ? കൂടുതൽ കാര്യക്ഷമവും ഫലപ്രദവുമാകുമെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. അതെങ്ങനെ ശരിയാകും മാഡം? വെയിറ്റ്. സജിയുടെ സംശയം എന്താണെന്ന് ഞാൻ പറയാം. സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് ഇത്രയും കാലം പ്രവർത്തിച്ച ഏത് ഉദ്യോഗസ്ഥനും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം. സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയും പരിചയമില്ലാത്ത ജനങ്ങൾ അതെങ്ങനെ പ്രാബല്യത്തിലാക്കുമെന്നല്ലേ സജിയുടെ സംശയം? അതെ മാഡം. നമ്മൾ അവരെ ഒറ്റയ്ക്ക് വിടുന്നില്ല. നമ്മളിലൂടെയാണ് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോഴും പഴയ സിസ്റ്റത്തിലേക്ക് തന്നെയല്ലേ മാഡം പോകുന്നത്? നോ. പഴയ സിസ്റ്റത്തിൽ മേലാളൻ ഉദ്യോഗസ്ഥനാണ്. അയാളെ ചോദ്യം ചെയ്യാനോ ചോദ്യം ചോദിക്കാനോ ഉള്ള അവകാശം പദ്ധതിയുടെ ഗുണഭോക്താവായ പൊതുജനങ്ങൾക്കില്ല. പുതിയ സിസ്റ്റത്തിൽ നമ്മൾ മേലാളന്റെ സ്ഥാനം ജനങ്ങൾക്ക് കൊടുക്കുന്നു. അവർക്ക് വേണ്ടി ഓരോന്നും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യസ്ഥന്റെ സ്ഥാനം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക്. ഐ മീൻ ജില്ലാ ഭരണകൂടത്തിന്. പതിറ്റാണ്ടുകളായി പഴയ സിസ്റ്റത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്നറിയാം. പക്ഷേ ചെറുതായി ഒന്ന് പരിചയിച്ചു കഴിഞ്ഞാൽ പഴയതിലും എളുപ്പവും സുതാര്യവുമാണിത്. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ആ ലക്ഷ്യത്തോടെയല്ലേ മാഡം? അതെ. പക്ഷേ ഗുണഫലങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല. അതായത് ഇടത്തട്ടിൽ എവിടെയോ വെച്ച് അത് ചോർന്നു പോകുന്നു. അതിനിപ്പോ എന്ത് ചെയ്യാനാ മാഡം? പറഞ്ഞുതരാം. ഉദാഹരണമായി 100% സാക്ഷരതയുള്ള സംസ്ഥാനമായാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അത് അവകാശവാദം മാത്രമല്ല മാഡം, 99.9% അത് ശരിയുമാണ്. കറക്റ്റ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയേറെ മുന്നിൽ. എന്നാ നമ്മൾ ഇവിടെ തന്നെ നിന്നാ മതിയോ? നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോണ്ടേ? സാക്ഷരതയുള്ളവരാണ് എല്ലാവരും. എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം. കുറച്ചൊക്കെ ഇംഗ്ലീഷും അറിയാം. പക്ഷേ അത് കഴിഞ്ഞോ? ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ 4ഓ 5ഓ ക്ലാസ്സാണ് ഇപ്പോഴും ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം. അതൊക്കെ പഴയ ഓരോ തെറ്റിദ്ധാരണയാണ് മാഡം. ഇപ്പം മിനിമം SSLC കഴിയാത്തവര് നമ്മുടെ സംസ്ഥാനത്തില്ല. ജനങ്ങൾ സംസാരിക്കട്ടെ. ലെറ്റ് ദം സ്പീക്ക്. വിക്ടർ, എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 3. അതൊക്കെ പഴയ ജനറേഷൻ അല്ലേ? ശരി, സമ്മതിച്ചു. വിക്ടറിന് മക്കൾ എത്ര പേരാ? 2. ഒരാണും ഒരു പെണ്ണും. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മൂത്തവനിപ്പോ 12 വയസ്സ്. അവനെന്റെ കൂടെ വള്ളത്തെ പോരും. പിന്നെ ഇളയ കൊച്ചിനിപ്പോ 9 വയസ്സാ. അവള് അവളുടെ അമ്മയുടെ കൂടെ മീൻ പെറുക്കാനൊക്കെ പോവും. ഏത് ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി? 3. അതൊക്കെ ഒറ്റപ്പെട്ട കേസുകളാണ് മാഡം. എവിടെന്ന്? കടപ്പുറത്തൊക്കെ കയ്യും കാലും ഉറക്കുന്നതിന് മുമ്പേ പിള്ളേരെ വള്ളത്തിൽ കയറ്റും. കടലുമായിട്ടൊരു പരിചയം വേണ്ടേ? പെൺപിള്ളേരാണെങ്കിൽ മീൻ പെറുക്കാനും മീൻകുട്ട ചുമക്കാനൊക്കെ പഠിപ്പിക്കും. അതുകൊണ്ടല്ലേ നമുക്ക് നാളെ ഒരു പ്രയോജനമുള്ളൂ. കോളനിയിലെ അവസ്ഥയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല മാഡം. കടലിൽ കൊണ്ടുപോകുന്നില്ലെന്നേ ഉള്ളൂ.
ഒരു അത്യാവശ്യം പഠിപ്പൊക്കെ ആയിക്കഴിയുമ്പോ അച്ഛനമ്മമാര് ഏത് ജോലിക്ക് പോകുന്നുവോ ആ പണിക്ക് മക്കളെയും കൊണ്ടുപോകും. മേസ്ത്രി പണിയെങ്കിൽ മേസ്ത്രി പണി, മാർബിള് പണിക്കും വീട്ടുജോലിക്കും വരെ മക്കളെ കൊണ്ടുപോകുന്നവരുണ്ട്. ബാലവേല നിയമം മൂലം നിരോധിച്ചിരിക്കുന്നല്ലേ മാഡം? കർശന നിയമ നടപടിയെടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കണം. അതൊക്കെ കൊണ്ട് ആ കുട്ടികളുടെയോ അവരുടെ അച്ഛനമ്മമാരുടെയോ മനസ്സിന് മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിർബന്ധപൂർവം വീണ്ടും പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന നിയമത്തെ വെറുക്കല്ലേ ഉള്ളൂ അവര്. പഠിച്ചാലും ജോലിയൊന്നും കിട്ടാൻ പോകുന്നുള്ളൊരു ധാരണ അവരുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞുപോയി. അതാണ് കാരണം. അത് നമ്മുടെയൊക്കെ തെറ്റായ ചിന്തയാ. പഠിച്ചാൽ നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നവരല്ല, പഠിക്കുന്നത് കൊണ്ട് ഇന്ന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നവരാണ് തീരെ ദുർബല വിഭാഗം. അന്നന്ന് കഴിയുന്നവരെ സംബന്ധിച്ച് നാളേക്കെന്നൊരു സ്വപ്നവും ഇല്ല. മക്കൾ ഇന്ന് പഠിക്കാൻ പോയാ അവനോ അവൾക്കോ കൂലി കിട്ടാനുള്ള 400 500 കുടുംബ വരുമാനത്തിൽ നിന്ന് കുറയുമോന്നുള്ള അവരുടെ ഒരു ആദി. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ മാഡം? പഠിപ്പിക്കുന്നതിനൊപ്പം ദിവസക്കൂലി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണം. അതൊക്കെ എങ്ങനെ ശരിയാവും? അതൊന്നും ഇപ്പൊ പറയണ്ട. സൈലൻസ് പ്ലീസ്. തീരെ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് നമ്മൾ പഠനത്തോടൊപ്പം ഒരു ദിവസത്തെ വരുമാനം കൂടി കൊടുക്കുന്നു, അന്നന്ന്. ശാലിനി വിഷ്ണു വെറും വാക്ക് പറയാറില്ല, പറയുന്നത് നടക്കും, അതും നല്ലത്. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലല്ലോ മാഡം. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. അതുകൊണ്ട് സർക്കാരിന് വേണ്ടി നമ്മൾ, അതായത് ജില്ലാ ഭരണകൂടം ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതിനുള്ള ഫണ്ട് എവിടെ മാഡം? അത് നമ്മൾ കണ്ടെത്തും, ജനങ്ങളിൽ നിന്ന് തന്നെ. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മാത്രമല്ല, നടത്തിപ്പുകാരും ജനങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. മനസ്സിലായില്ല മാഡം. 3 വർഷം മുമ്പത്തെ സെൻസസ് അനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ജനസംഖ്യ 35,21,000-ത്തിലധികമാണ്. ഇവരിൽ സന്മനസ്സുള്ള ഓരോരുത്തരുടെയും പക്കൽ നിന്ന് മാസം 1 രൂപ വീതം നമുക്ക് സമാഹരിക്കാനായാൽ, തീരെ ദുർബല വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കേ നമ്മൾ ഈ പണം കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സമാഹരിക്കാനാകും നമുക്ക്. അതും അവരുടെ ക്ഷേമത്തിനും തുടർ പഠനങ്ങൾക്കുമായി ഉപയോഗിക്കാം. പക്ഷെ പദ്ധതി ജനങ്ങളിലേക്ക് എത്തണ്ടേ മാഡം? ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാലല്ലേ അവർ പണം നൽകാൻ തയ്യാറാവൂ. അതെ, വിശ്വാസമാണ് പ്രധാനം. പദ്ധതി ജനങ്ങളിലേക്ക് എത്തണം. പാവപ്പെട്ട കുട്ടികൾക്ക് ഇതൊരു സഹായമാണെന്ന് അവർക്ക് തോന്നണം. അതിന് കളക്ട്രേറ്റിലും വില്ലേജ് ഓഫീസിലും ചുവരുകളിൽ പതിക്കുന്നത് പോലുള്ള പഴയ നോട്ടീസ് സംവിധാനം പോരാ. സോഷ്യൽ മീഡിയ, അതിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഏതൊക്കെ പരസ്യവാചകങ്ങളും ചിത്രങ്ങളും ആകാമോ അതെല്ലാം ആകാം. യുവജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട. പക്ഷെ വിശ്വാസമാണല്ലോ മാഡം അപ്പോഴും പ്രധാനം. അത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു നൽകുന്ന ഉറപ്പാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.